الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. ഹജ്ജത്തുൽ വദാഇൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകപ്പുറത്താണ് ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഫത്വ ചോദിക്കാൻ വേണ്ടിയിട്ട് ഖസ്അമുകാരിയായ ഒരു പെണ്ണ് വന്നു. അവർ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണാണ്. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും സുമുഖനാണ്, ചെറുപ്പക്കാരനാണ്, കാണാൻ നല്ല ഭംഗിയുള്ള സഹാബിയാണ്. അപ്പോൾ ഈ പെണ്ണിനെ കണ്ടപ്പോൾ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരെങ്ങനെ നോക്കി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകപ്പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ശ്രദ്ധിച്ചു. ഫദ്ൽ ഇബ്നു അബ്ബാസ് ആ പെണ്ണിനെ നോക്കുന്നുണ്ട്. നബി എന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ താടി പിടിച്ചിട്ട് മറ്റേ ഭാഗത്തേക്ക് തിരിച്ചു. നോക്കാൻ പറ്റൂല, നോക്കാൻ അനുവാദമില്ല. ഒരാണിനെയും പെണ്ണിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ഒരു പെണ്ണിനെ കണ്ടാൽ ആണിന് നോക്കാൻ തോന്നും. പരസ്പരം ആകർഷിക്കുന്ന തരത്തിലാണ് നമ്മളെ റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹു എന്താണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്? ആണിനോടും പെണ്ണിനോടും അള്ളാഹു എന്താണ് പറഞ്ഞിട്ടുള്ളത്? കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. നിങ്ങളെ കണ്ണുകളെ താഴ്ത്തണം, ആണുങ്ങളോടുള്ള കൽപ്പനയാണ്. വകുല്ലിൽ മുഅ്മിനാതി യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. പെണ്ണുങ്ങളോടും പറഞ്ഞത് എന്താണ്? നിങ്ങളെ കണ്ണുകളെ താഴ്ത്തണം, നിങ്ങളെ സ്വകാര്യ അവയവങ്ങൾ, ഗുഹ്യാവയവങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം. കണ്ണിനെ വെറുതെ കണ്ട് അയച്ചു വിട്ടാൽ അതെങ്ങോട്ടാ പോവുക, ആരെ നോക്കുക, എന്താ കാണുക എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ പറയുന്നുണ്ട്, എല്ലാ തെറ്റുകളുടെയും തുടക്കം, ഈ മോശമായ തെറ്റുകളുടെ തുടക്കം നോട്ടത്തിൽ നിന്നാണ്. ആദ്യം നോട്ടാണ്, വാതിൽ നോട്ടാണ്. പിന്നെ ആ നോട്ടം മനസ്സിലുള്ള ചിന്തയായിട്ട് മാറുകയാണ്. ആ ചിന്ത പിന്നെ ഇങ്ങനെ മനസ്സിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അത് വികാരമായിട്ട് മാറുന്നു. പിന്നെ അത് ചെയ്തേ പറ്റൂ. അവസാനം ആ മനുഷ്യൻ ആ തെറ്റിൽ ചെന്ന് ചാടുകയും ചെയ്യും. അതുകൊണ്ട് അവസാന ഘട്ടത്തിലെത്തിയിട്ട് അവിടുന്ന് തിരിഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നതിനേക്കാളും നല്ലത്, അത് കടുപ്പമേറിയതാണ്, അത് നല്ല റിസ്ക്കാണ്. അതിനേക്കാളും എളുപ്പം ആദ്യമേ നമ്മുടെ നോട്ടം നിയന്ത്രിക്കുക എന്നതാണ്, നമ്മുടെ കണ്ണിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയരികിലിരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു, ഇയ്യാക്കും വൽ ജുലൂസ അത്തുർക്കാത്ത്, ഇയ്യാക്കും അൽ ജുലൂസ അല തുർക്കാത്ത്, വഴികളിൽ ഇരിക്കുന്നത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം, അവിടെ ഇരിക്കുന്നത് ഒഴിവാക്കണം. അപ്പോൾ സഹാബിമാർ പറഞ്ഞു നമുക്ക് എന്തായാലും ഇരിക്കേണ്ടി വരും, അത് അത്യാവശ്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅഅതു ത്വരീഖ ഹഖ്ഖഹാ, ഫഅഅതു ത്വരീഖ ഹഖ്ഖിഹാ, അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് നിങ്ങൾ അതിൻ്റെ അവകാശം കൊടുക്കണം. അപ്പോൾ അവർ ചോദിച്ചു, വമാ ഹഖ്ഖു ത്വരീഖ്, അള്ളാഹുവിൻ്റെ റസൂൽ എന്താണ് ഞങ്ങൾ വഴിക്ക് കൊടുക്കേണ്ട അവകാശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എണ്ണി പറഞ്ഞത് എന്താണ്? ഗദ്ദുൽ ബസർ, നിങ്ങളെ കണ്ണിനെ താഴ്ത്തണം എന്നാണ് പറഞ്ഞത്. എന്താ കണ്ണിനെ താഴ്ത്തണം എന്ന് പറയാനുള്ള കാരണം? അതിനെന്താ നമുക്ക് മനസ്സിലാകുന്നത്? ഒരാണിന് ഒരു പെണ്ണിനെ കണ്ടാൽ തോന്നേണ്ടത് തോന്നും, ഒന്നും തോന്നൂല്ലെങ്കിൽ വെറുതെ കണ്ണ് താഴ്ത്താൻ പറയില്ലല്ലോ. അങ്ങനെ തോന്നും എന്നതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കണ്ണ് താഴ്ത്താൻ പറഞ്ഞത്. അപ്പം ഇത് ഇന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയും അയാളൊരു പഴഞ്ചനാണ്, അയാൾക്ക് കാലം തിരിയൂല, കാലത്തിൻ്റെ ചോരെഴുത്തുകൾ വായിക്കാത്തവനാണ്, അല്ലേ, അയാളൊരു മൊരടനാണ്. ആൾക്കാരെന്തും പറഞ്ഞോട്ടെ, നമുക്ക് വലുത് നമ്മുടെ ദീനാണ്. അള്ളാഹു എന്താണോ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത്, അതാണ് നമ്മുടെ വിഷയം, അതാണ് നമ്മുടെ പ്രശ്നം. ബാക്കി നാട്ടുകാരെന്ത് പറഞ്ഞാലും അത് നമുക്കൊരു പ്രശ്നമല്ല. അള്ളാഹു നമ്മുടെ മനസ്സറിയുന്നവനാണ്, നമ്മുടെ വികാരങ്ങൾ അറിയുന്നവനാണ്, നമ്മുടെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ചാഞ്ചാട്ടങ്ങൾ അറിയുന്നവനാണ്, നമ്മളെ സൃഷ്ടിച്ച സ്രഷ്ടാവാണ്. ആ അള്ളാഹുവിന് അറിയാം മനുഷ്യൻ എങ്ങനെ നടക്കണം, ഒരാണെങ്ങനെ നടക്കണം, ഒരു പെണ്ണെങ്ങനെ നടക്കണം. അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം? അള്ളാഹു പറഞ്ഞ പോലെ നടന്നിട്ടില്ലെങ്കിൽ എന്താ വിഷയം? ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു സുഹൃത്ത്, ഒരു ചെറുപ്പക്കാരൻ, ഒരു 24-25 വയസ്സൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ മാസ്റ്റർബേഷന് അടിമയാണ്, സ്വയംഭോഗത്തിന് അഡിക്ഷൻ വന്ന ഒരാളാണ്, മാറണം, ഇതെന്നൊക്കെ വിട്ടു നിൽക്കണം, പുതിയൊരു ജീവിതമൊക്കെ തുടങ്ങണം എന്നുള്ള പൂതിയൊക്കെ ഉണ്ട്, പക്ഷെ നടക്കുന്നില്ല. പക്ഷേ എന്താണ് തടസ്സം, എന്താ നിങ്ങളെ പ്രശ്നം? അപ്പോൾ തിരിച്ചു ചോദിച്ചത് എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ നടക്കുന്ന കോലങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടെ ഡ്രസ് കോഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർക്കിടയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ തെറ്റൊക്കെ അവസാനിപ്പിക്കാൻ കഴിയുക? പ്രിയപ്പെട്ടവരെ, ഈമാനികമായിട്ട് മാറണമെന്ന് ഒരാൾ വിചാരിക്കുമ്പോൾ, നന്നാകണമെന്ന് ഒരാൾ തീരുമാനിക്കുമ്പോൾ, അതിന് നമ്മുടെ പെണ്ണുങ്ങളും കുട്ടികളും തടസ്സമാകുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. വേറൊരു സുഹൃത്ത് പറഞ്ഞത്, ചില പെണ്ണുങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ ശപിച്ചു പോകുന്നാൻ, അവരോടുള്ള ദേഷ്യം കാരണം ആ ജാതി കോലത്തിലാണ് അങ്ങാടിക്കും പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നത്. അപ്പോൾ ഈമാനുള്ളൊരു മനുഷ്യന് തോന്നുന്നൊരു അസ്വസ്ഥത ഉണ്ട്. നമ്മൾ പള്ളിയിലൊക്കെ കയറി ജുമാ ഖുതുബൊക്കെ കേട്ടു, കുറച്ച് നേരം ഖുർആനൊക്കെ ഓതി, സുജൂദിലൊക്കെ കിടന്ന് കുറേ നേരം പ്രാർത്ഥിച്ച്, ആ പള്ളിയിൽ നിന്ന് നമ്മുടെ ഈമാനൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പുറത്തിറങ്ങി പോകുമ്പോൾ കോലം കെട്ടിയിട്ട് നമ്മുടെ മുമ്പിലുണ്ടാകും. അതോടുകൂടി ഓന് സംഭരിച്ച ഈമാൻ മുഴുവൻ ചോർന്നു പോവുകയാണ്. അതെത്ര വലിയ അപകടമാണ്. അത് നമ്മളാണെങ്കിൽ, നമ്മുടെ ഭാര്യമാരാണെങ്കിൽ, നമ്മുടെ മക്കളാണെങ്കിൽ അതെത്ര വലിയ ദുരന്തമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. സഹാബിമാർക്ക്, സലഫുകൾക്ക് എത്ര സൂക്ഷ്മതയാണ് ഈ വിഷയത്തിലുണ്ടായിരുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിൻ്റെ കഷ്ണം. ഫാത്തിമ ബീവിൻ്റെ അവസാനത്തെ വസിയത്തുകളിൽ ഒന്നെന്താണെന്നറിയോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നെ രാത്രിയാണ് മറവ് ചെയ്യേണ്ടത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഈ പണ്ടത്തെ കാലത്ത് മയ്യിത്ത് കട്ടിലിന് ആ മുകളിലുള്ള മറയുണ്ടായിരുന്നില്ല. അപ്പോൾ ആ മയ്യിത്ത് ഇങ്ങനെ ആ കട്ടിലിൻ്റെ മുകളിൽ വെച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകുമല്ലോ, ശരീരം മുഴുവൻ മറച്ചിട്ടുണ്ടാകും. എന്നാലും ആ ഇളകുന്ന സമയത്ത് ശരീരത്തിലുള്ള ആ തുണി ടൈറ്റായിട്ട് ശരീരത്തിൻ്റെ വടിവും ആകാര ഭംഗിയും പുറത്ത് കാണുമെന്നുള്ള പേടിയായിരുന്നു ഫാത്തിമ ബീവിക്ക് ഉണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഉമ്മ ആയിഷ ബീവി പറയുന്നുണ്ട്, ആയിഷ ബീവിൻ്റെ വീട്ടിൽ 3 ഖബറുകളുണ്ടല്ലോ. ഒന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറാണ്, 2 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഖബറാണ്, 3 ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഖബറാണ്. ആദ്യം വന്നത് നബിയുടെ ഖബറാണ്, പിന്നെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖബറാണ്. ഒന്ന് ആയിഷ ബീവിൻ്റെ വാപ്പയാണ്, 2 ആയിഷ ബീവിൻ്റെ പുതിയാപ്പിളയാണ്, 3-മത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഖബറാണ്. ആയിഷ ബീവി പറയാണ്, ഉമർ റളിയല്ലാഹുവിൻ്റെ ഖബർ വരുന്നത് വരെ ആ മുറിയിലേക്ക് കയറുമ്പോൾ ഞാൻ സാധാരണ വീട്ടിൽ എങ്ങനെയാണോ നടക്കാറുള്ളത് അങ്ങനെ തന്നെയാണ് ആ റൂമിലേക്ക് കയറിയിരുന്നത്. എന്നാൽ ഉമർ റളിയല്ലാഹുവിൻ്റെ ഖബർ വന്നതിന് ശേഷം എൻ്റെ ശരീരം മുഴുവൻ മറച്ചിട്ടല്ലാതെ ഞാൻ ആ മുറിയിലേക്ക് കയറിയിട്ടില്ല. ഞാൻ ഹയാ മിൻ ഉമർ, അത് ഉമറിൽ നിന്നുള്ള ലജ്ജയാണെന്നാണ് പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അവിടെ കിടക്കുമ്പോൾ അങ്ങനെ കയറാൻ എനിക്ക് ലജ്ജയാണ്. സുബ്ഹാനല്ലാഹ്.
ഉമർ റളിയല്ലാഹു അൻഹു മരിച്ചെടുക്കുന്നിടത്ത് നിന്ന് കാണുന്നു വിചാരിച്ചിട്ടൊന്നുമല്ല. അങ്ങനത്തെ വിശ്വാസമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല, അങ്ങനെ അറിയുകയുമില്ല. പിന്നെ എന്താണ്, അത്രക്കും സൂക്ഷ്മതയും ലജ്ജയും നമ്മുടെ ഉമ്മമാർക്ക് ഉണ്ടായിരുന്നു എന്നതാണ് കാര്യം. ഈ ചില കുടുംബങ്ങളിലൊക്കെ പെണ്ണുങ്ങൾ ഞാൻ ഇനി കുറച്ച് ഉഷാറായിട്ട് നടന്നോളാം, ഇസ്ലാമികമായ വേഷമൊക്കെ ശ്രദ്ധിച്ചോളാം എന്ന് വിചാരിച്ചാൽ പുതിയാപ്പിളാരായിരിക്കും തടസ്സം. ഇതെന്തിനാ ഈ പർദ്ദക്കെട്ട് നടക്കുന്നത്, ഈ വലിയ പർദ്ദട്ട് നടക്കുമ്പോൾ എനിക്ക് കുറച്ച് പ്രായം തോന്നുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ മുടക്കുക. ചില ഫാമിലിയിലുണ്ടാകും ഒരു ഇതിൻ്റെ ഗൗരവമൊക്കെ മനസ്സിലാക്കി നിക്കാബൊക്കെ ധരിച്ച് മുഖമൊക്കെ മറച്ച് നടക്കാൻ തീരുമാനിച്ച ആൾക്കാരായിരിക്കും. അപ്പോൾ കുറച്ച് താത്താർ വന്നിട്ട് അതിനപ്പോൾ കണ്ടാൽ തിരിയൂല, ഈ പഴയ ആളൊന്നുമല്ല, നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു തീവ്രത കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വക കുറച്ച് കമൻറ്റ്. ഈ മുഖം മറക്കുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, സംശയമില്ല. പക്ഷേ അതിൽ ഏറ്റവും സൂക്ഷ്മമായ നിലപാട്, അവരുടെ തഖ്വ അനുസരിച്ച് ഒരാൾ മുഖം മറക്കുകയാണെങ്കിൽ അതിനെ എതിർക്കാൻ നമുക്ക് മാർഗമൊന്നുമില്ല. അത് പാടില്ല, അത് തീവ്രത കൂടിയ ടീം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് മുഖം മറക്കാൻ പാടില്ല എന്ന് പറയാൻ ന്യായമില്ല. ഈ മുഖം മറക്കൽ നിർബന്ധമല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും ഓരോ ഭാര്യമാരോടും കുടുംബക്കാരോടൊക്കെ മുഖം മറക്കാൻ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ മുഖം മറക്കുന്നില്ല, മുഖം മറക്കൽ നിർബന്ധമല്ല എന്നാണ് നമ്മുടെ വീക്ഷണം. ശരി, മുഖം മറക്കുന്നവരെ എതിർക്കാൻ നമുക്ക് മാർഗമൊന്നും ഇല്ല, അതിനുള്ള അവകാശം നമുക്കില്ല. നമ്മൾ വെറുതെ ആലോചിച്ചാൽ മതി, ഒരു പെണ്ണ് ശരീരമൊക്കെ മറച്ചിട്ട് അങ്ങാടി കൂടെ ഇങ്ങനെ നടക്കുകയാണ്, വേറൊരാൾ നല്ല ചുരിദാറൊക്കെ ഇട്ട് മിനുങ്ങി തിളങ്ങി നടക്കുകയാണ്. ഇവരെ രണ്ടാൾക്കാരെയും ആൾക്കാർ ഒരേ കണ്ണോട് കൂടിയാണോ കാണുക? അള്ളാഹു എന്താണ് പറഞ്ഞത്? യാ അയ്യുഹൻ നബി കുല്ലി അസ്വാജിക് വബനാതിക് വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ദാലിക അദ്നാ അൻ യുഅറഫ്ന ഫലാ യുദൈൻ. ഓരോരുടെ മൂടുപടങ്ങൾ തലയിലൂടെ താഴ്ത്തി ഉടുക്കട്ടെ, ശരീരം മുഴുവൻ മറക്കട്ടെ, അതാണ് അവർ തിരിച്ചറിയപ്പെടാനും അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും നല്ലതെന്നാണ്. എങ്ങനെ ശരീരം മുഴുവൻ മറച്ചാൽ തിരിച്ചറിയുക? ഈ പെണ്ണ് നമുക്ക് പറ്റിയ ആളല്ല, നമുക്ക് കമൻ്റ് അടിക്കാൻ പറ്റില്ല, നമ്മളങ്ങനെ നോക്കി നിൽക്കാൻ പറ്റിയ ഒരാളല്ല എന്ന തിരിച്ചറിവ് ഒരാൾക്ക് ആ വസ്ത്രത്തിലൂടെ കിട്ടും. ഇനി നേരെ തിരിച്ചുണ്ടാകും. പുതിയാപ്പിള ഖുറാൻ ക്ലാസ്സൊക്കെ കേട്ട് ഖുതുബൊക്കെ കേട്ട് മൂപ്പർക്ക് ഈമാൻ കയറി, നിൻ്റെ കുടുംബത്തിൽ നിന്ന് മാറ്റങ്ങൾ തുടങ്ങണം, എൻ്റെ മക്കളൊക്കെ ഒന്ന് നന്നാക്കണം, ഒരു നല്ല കോലത്തിൽ നടക്കണം, ശരീരം മുഴുവൻ മറച്ചിട്ട് പുറത്തിറങ്ങണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് പുറേക്ക് വരും. അപ്പോൾ പെണ്ണുങ്ങൾ തളർത്തുകയാണ് അല്ലേ? ഓളിപ്പോൾ ചെറിയ കുട്ടിയല്ലേ, കല്യാണത്തിൻ്റെ ദിവസമല്ലേ, ഓള പ്രായത്തിലുള്ള ആരപ്പം ഇങ്ങനെ ശരീരമൊക്കെ മറച്ച് നടക്കുന്ന, അങ്ങനെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അയാളെ തളർത്തുക. ഏതാ ഈ ചെറിയ കുട്ടി? 17, 18, 19 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും, കല്യാണം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഓള് ചെറിയ കുട്ടിയാണ്. ഓരോട് നമുക്ക് എന്ത് സ്നേഹമാണുള്ളത്? അവരോട് നമുക്ക് എന്ത് സ്നേഹമാണുള്ളത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിൻഫാനി മിൻ അഹ്ലിന്നാർ, 2 കൂട്ടരുണ്ട്, ഒരു നരകക്കാരാണ്. ഞാൻ അവരെ കണ്ടിട്ടില്ല, നബി അവരെ കണ്ടിട്ടില്ല. അതിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ടീം ഏതാണെന്നറിയോ? വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത് മുമീലാത്തുൻ മായിലാത്ത് റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില. ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാലും അവർ വിവസ്ത്രകളാൻ, നഗ്നകളാൻ. വസ്ത്രം ധരിച്ചത് എന്തിനാൻ? ശരീരം മറക്കാനല്ലേ വസ്ത്രം. ആ ശരീരം മറിഞ്ഞിട്ടില്ല, ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവർ, പുരുഷന്മാരെ ആകർഷിക്കുന്ന തരത്തിൽ പുരുഷന്മാരുടെ അടുക്കിലേക്ക് ചാഞ്ഞു പോകുന്ന പെണ്ണുങ്ങൾ. ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദുന റീഹഹാ, ഒരു സ്വർഗത്ത് പ്രവേശിക്കൂല, സ്വർഗത്തിൻ്റെ പരിമളം പോലും ഓർക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ സ്വർഗത്തിൻ്റെ പരിമളം എത്ര വർഷത്തെ വഴിദൂരം അപ്പുറത്തേക്ക് ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. അവിടെ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും ഉമ്മയും പെങ്ങന്മാരൊക്കെ പുരേന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഏത് കോലത്തിലാണ് ഇറങ്ങിപ്പോകുന്നത്? പർദ്ദ ഇട്ടു എന്ന് കരുതിയോണ്ട് എല്ലാം ആയിരുന്നു നമ്മൾ വിചാരിക്കരുത്. ചില ആൾക്കാർ പർദ്ദയായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക, മുഖമടക്കം മറച്ചിട്ടുണ്ടാകും, എന്നാൽ ശരീരത്തിൽ ഉയർന്നും താഴ്ന്നു നിൽക്കുന്ന എല്ലാ ഭാഗങ്ങളും ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റും. ശരീരത്തിൻ്റെ ആകാര ഭംഗിയും വടിവും ശരിക്കും പുറത്ത് കാണുന്ന കോലത്തിലുള്ള പർദ്ദ. ആ പർദ്ദ കൊണ്ട് എന്താ കാര്യം? ആ പർദ്ദ കൊണ്ട് എന്താണ് കാര്യം? തീരെ ഒരു ലജ്ജയും നാണവുമില്ലാത്ത തരത്തിലാണ് പലപ്പോഴും നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാർ പുറത്തിറങ്ങി നടക്കുന്നത്. തുണിഷാപ്പ് കാണുന്ന എല്ലാ ഫാഷനുകളും നമുക്കുള്ളതല്ല, അവിടെ കാണുന്ന എല്ലാം നമ്മളൊന്ന് ഇട്ട് നോക്കണം, അങ്ങനത്തെ ഒരു നിർബന്ധമൊന്നുമില്ലല്ലോ. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഈ കാസിയാത്തുൻ ആരിയാത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിച്ചിട്ടും നഗ്നകളാണെന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, നേരിയ തുണിയിലുള്ള വസ്ത്രം,
ഉള്ളിലെ തൊലിയുടെ നിറക്കെ പുറത്ത് കാണുന്ന കോലത്തിലുള്ള കുപ്പായം പറ്റൂല. വസ്ത്രം ധരിച്ചിട്ടും അവർ നഗ്നകളാണ്. അല്ലെങ്കിൽ ഇറക്കം കുറഞ്ഞ കുപ്പായം, ശരീരം മുഴുവൻ മറിഞ്ഞിട്ടില്ല, കാലൊക്കെ പുറത്താണ്, ആ ജാതി കുപ്പായം. അല്ലെങ്കിൽ ഇറുകി പിടിച്ച കുപ്പായം. ഇതൊക്കെ നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത് എന്ന ഗണത്തിലാണ് പെടുക. ഇപ്പോൾ കൂടുതലും പെൺകുട്ടികൾ ജീൻസും ടീഷർട്ടും ഇട്ടിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് പേരിനൊരു തട്ടം ഉണ്ടാക്കും. അതെന്താ, ഓളി ഉമ്മത്ത് പെട്ടതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ? ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിസ്ക് എടുത്തിട്ട് ഇസ്ലാം ഫോളോ ചെയ്യുന്നത്? യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പരിപൂർണമായിട്ട് ഈ ദീനിലേക്ക് കീഴൊതുങ്ങും. അങ്ങനെ കീഴൊതുങ്ങാനാണ് നമ്മുടെ ദീൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തോന്നിയത് നമ്മൾ ഇഷ്ടമുള്ള എടുക്കുക, ഇഷ്ടമില്ലാത്ത ഒഴിവാക്കുക, അത് പറ്റൂല. അള്ളാഹു പറഞ്ഞതും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും നമ്മുടെ വസ്ത്രത്തിൽ കാണണം. അത് നമ്മുടെ കുടുംബത്തിൻ്റെ വസ്ത്രരീതിയിൽ കാണണം. ഈമാനുള്ള മനുഷ്യന്മാർ നമ്മുടെ പെണ്ണുങ്ങളുടെ വസ്ത്രം കൊണ്ട് ഇടങ്ങറാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഇതിപ്പോൾ ഞങ്ങളോട് എന്തിനത്ര ഗൗരവത്തിൽ പറയുന്നത് വെച്ചാൽ, നമ്മളാണല്ലോ ഈ പെണ്ണുങ്ങൾക്ക് കുപ്പായും പർദ്ദയൊക്കെ എടുത്ത് കൊടുക്കുന്ന ആൾക്കാർ. നമ്മളത് ശ്രദ്ധിക്കണം. നാട്ടുകാർ മുഴുവൻ നന്നാക്കാനൊന്നും നമുക്ക് കഴിയൂല. നമ്മുടെ വീട്ടിലുള്ള ഒരാൾ നന്നായി കഴിഞ്ഞാൽ അയാളുടെ ഫിത്നയിൽ നിന്ന് ബാക്കിയുള്ളവർ കഴിച്ചിലായില്ലേ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ പുരയിൽ പോയിട്ട് ചിലപ്പോൾ തിരുത്താൻ നോക്കിയാൽ ഒരു പറയുക, നിങ്ങൾക്ക് കാലം തിരിയൂല, നിങ്ങൾ പഴയ ആളാണ്, നിങ്ങളൊരു മുരടനാണ്. അത് കേൾക്കുമ്പോൾ ഇവിടെ കേൾക്കുക, ഇതിലൂടെ പുറത്തേക്ക് വിടുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പറഞ്ഞപ്പോൾ നബി എന്തൊക്കെ കേട്ടിട്ടുണ്ട്. നബിനെ കദ്ദാബ് എന്ന് വിളിച്ചിട്ടില്ലേ? പെരുങ്കള്ളൻ എന്നാണ് മക്കക്കാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മജ്നൂൻ എന്ന് വിളിച്ചിട്ടില്ലേ? ഭ്രാന്തൻ എന്ന് വിളിച്ചിട്ടില്ലേ? ഇപ്പം ദീന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നമ്മുടെ കുടുംബം നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. അള്ളാഹു ദീന് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ ചൊരിയട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. ഉഹദ് യുദ്ധം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബിമാർക്കും വലിയ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. നബിയുടെ സഹാബിമാരുടെ കൂട്ടത്തിൽ 70 ആളുകൾ ഷഹീദുകളായ യുദ്ധമാണ് ഉഹദ് യുദ്ധം. ഷഹീദുകളായ ആളുകളെ അവിടെ തന്നെയാണ് മറവ് ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് സഹാബിമാർ പറയാണ്, നബി, ഈ സമയത്ത് ഇവരെല്ലാവരെയും മറവ് ചെയ്യാനുള്ള ഖബർ കുഴിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. അവർ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്, തളർന്നിട്ടുണ്ട്. 70 ആളുകൾക്ക് ഖബർ കുഴിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള സംഗതി അല്ലല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹ്ഫിറു വഅഅമിഖു വഔസിഉ, നിങ്ങൾ ഖബറുകൾ കുഴിക്കുക, അത് കുറച്ച് ആഴത്തിൽ കുഴിക്കുക, വിശാലമാക്കിയിട്ട് കുഴിക്കുക. വദ്ഫിനുൽ ഇസ്നൈനി വസ്സലാസ ഫി ഖബറിൻ വാഹിദ്, എന്നിട്ട് 2-3 ആൾക്കാരൊക്കെ ആ ഖബറിൽ നിങ്ങൾ മറവ് ചെയ്യുകയും ചെയ്യുക. ശരിക്ക് മരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കൊരു ഖബർ എന്നുള്ളതാണ് അടിസ്ഥാനം. അപ്പോൾ 4 ആൾക്കാർ മരിച്ചിട്ടുണ്ട്, 4 ആളെയും കൊണ്ടുപോയിട്ട് ഒരു ഖബറിലല്ല വെക്കേണ്ടത്. 4 ആൾക്കും 4 ഖബറുകൾ വേണം എന്നതാണ് അടിസ്ഥാനം. എന്നാൽ അനിവാര്യമായ ഘട്ടങ്ങൾ വന്നു. ഒന്നിലധികം ആളുകളെ മറവ് ചെയ്യേണ്ട അവസ്ഥയുണ്ടെങ്കിൽ അങ്ങനെ മറവ് ചെയ്യാം. അങ്ങനത്തെ ഒരു അനിവാര്യ ഘട്ടമായിരുന്നു ഉഹദ്. അപ്പോൾ സഹാബിമാർ ചോദിക്കുന്നുണ്ട്, ഫമൻ നുഖദ്ദിമു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ, അങ്ങനെയാണെങ്കിൽ ഒന്നിലധികം ആൾക്കാരെ ഒരു ഖബറിൽ വെക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾ ആരെയാണ് ഖബറിലേക്ക് വെക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉത്തരം എന്താണ്? ഖദ്ദിമു അക്സറഹും ഖുർആന, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിച്ചവരാരാണോ അവരെ നിങ്ങൾ ആദ്യം ഖബറിലേക്ക് വെക്കുക എന്നാണ്. പ്രിയപ്പെട്ടവർ, അത് വലിയ ശ്രേഷ്ഠതയാണ്. ഖുർആൻ്റെ ഒരു ആയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്, വലിയ മഹത്വമുള്ള സംഗതിയാണ്. അപ്പം എന്നെക്കാളും ഒരായത്താണ് നിങ്ങൾ അധികം പഠിച്ചിട്ടുള്ളതെങ്കിൽ അത് ശ്രേഷ്ഠത തന്നെയാണ്, അത് വലിയ മഹത്വമുള്ള സ്ഥാനമുള്ള കാര്യമാണ്. നാളെ ആഖിറത്തിലെത്തുമ്പോൾ ഖുർആനിൻ്റെ ആളോട് പറയപ്പെടുന്നാൻ, യുഖാലു ലി സാഹിബിൽ ഖുർആൻ,
ഇഖ്റ വർത്തഖി വറത്തിൽ കമാ കുൻത തുറത്തിലു ഫി ദുനിയ. നീ ഖുർആൻ ഓത്. ദുനിയാവിൽ നീ എങ്ങനെയാണോ തർത്തീൽ ചെയ്തത്, സാവകാശം പാരായണം ചെയ്തത്, അതുപോലെ നീ പാരായണം ചെയ്യ്. എന്നിട്ട് നിന്റെ പദവികൾ ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോയിക്കോ. ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ. നിന്റെ സ്ഥാനം നീ ഓതിയിട്ട് ഏത് ആയത്തിൻ്റെ അവിടെയാണോ നിർത്തുന്നത് അവിടെയാണെന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിൽ പദവികൾ ഉയർത്താനുള്ള കാരണമാണ് ഖുർആൻ പഠിക്കുക എന്നുള്ളത്. നമ്മൾ ശരിക്കും നമ്മളോട് ചോദിക്കുക, ഖുർആൻ്റെ എത്ര ഭാഗം നമുക്ക് ഹിഫ്ള് ഉണ്ടാകും, നമുക്ക് മനപ്പാഠമുണ്ടാകും? നമ്മൾ കാലാകാലം നിസ്കരിക്കുമ്പോൾ തക്ബീർ ചൊല്ലി ഫാത്തിഹ ഓതി പിന്നെ സ്ഥിരമായിട്ട് ഓതുന്ന ഒരു 2-3 സൂറത്തുകൾ ഉണ്ടാക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫാത്തിഹ കഴിഞ്ഞാൽ വരും. ഈ ഒരു 2-3 സൂറത്തുകൾ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഓതുകയാണ്. നമുക്കൊരു ജുസ് ഹിഫ്ള് ഉണ്ടോ? 2 ജുസ് ഉണ്ടോ? 5 ജുസ് ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്ലാൻ ചെയ്താൽ നടക്കാത്ത സംഗതിയൊന്നുമല്ലല്ലോ. ഒരു ദിവസം ഒരായത്ത് പഠിച്ചാൽ ഒരു മാസം നമ്മൾ 30 ആയത്ത് പഠിച്ചില്ലേ? ഒന്നും പഠിക്കാത്തതിനേക്കാളും നല്ലതല്ല ഒരായത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ. ഒരായത്ത് പഠിച്ചാൽ ആഖിറത്തിൽ പദവി കൂടുന്ന പറഞ്ഞത്. 10 ആയത്ത് പഠിച്ചവനും 15 ആയത്ത് പഠിച്ചവനും ഒരുപോലെയല്ല. 15 ആയത്ത് പഠിച്ചവനും 20 ആയത്ത് പഠിച്ചവനും ഒരുപോലെയല്ല. അതുകൊണ്ട് ഇന്നത്തെ ഖുതുബയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരു പ്രേരണ, ഖുർആൻ ഹിഫ്ളാക്കാനുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ തുടങ്ങും. നമ്മൾ അങ്ങനത്തെ ഒരു പ്ലാൻ കാണുക. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരായത്തെങ്കിലും നമ്മൾ പുതിയതായിട്ട് ഹിഫ്ളാക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തണം. എളുപ്പമാണ് ഖുർആൻ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ അല്ലാഹു എളുപ്പാക്കി തന്നിട്ടുണ്ട്. ആരാ പഠിക്കാൻ തയ്യാറായിട്ടുള്ളവർ ആ ഖുർആൻ പഠിക്കാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുക. 60, 70, 80 വയസ്സ് കഴിഞ്ഞിട്ട് ഖുർആൻ കംപ്ലീറ്റ് ചെയ്ത മനുഷ്യന്മാരുടെ വീഡിയോസൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടല്ലോ. അതൊക്കെ നമുക്കുള്ള പ്രോത്സാഹനമാണ്, നമുക്കുള്ള പ്രേരണയാണ്. അള്ളാഹു ഖുർആനിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവെ, നന്മകളിൽ മുന്നേറുവാൻ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനെ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗികളായ ആളുകളുണ്ട്. അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, കടം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരുടെ കടങ്ങൾ നീ വീട്ടി കൊടുക്കണമേ റഹ്മാനെ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനവും ശാന്തിയും അവരുടെ നാടും തിരിച്ചു നൽകണമേ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.